സഹോദരി സഹോദരന്മാരെ, ദ ലാൻഡ് ഓഫ് മോസസ് ഇൻ സൗദി അറേബ്യ ആൻഡ് ദ റിയൽ മൗണ്ട് സിനായ് ഇൻ സൗദി അറേബ്യ എന്ന ഞങ്ങളുടെ ദൃശ്യ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗലാത്യർ 4:25 ഹാഗാർ എന്നത് അറബി ദേശത്ത് സീനായ് മലയെ കുറിക്കുന്നു. ഇടിമുഴക്കത്തിന്റെയും തീയുടെയും മഹത്വത്തിന്റെ പ്രദർശനത്തിലൂടെയും ദൈവം പ്രഖ്യാപിച്ച 10 കൽപ്പനകൾ കേട്ട് അവരുടെ പാപത്തിന്റെയും കുറ്റകൃത്യങ്ങളുടെയും സ്വഭാവം തിരിച്ചറിഞ്ഞ ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് ഇന്ന് നിങ്ങൾ കാണുവാനും കേൾക്കുവാനും പോകുന്നത്. പർവ്വതത്തിലേക്ക് നോക്കി ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് അവർ മോശയോട് പറഞ്ഞത്, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിനു ദൈവം ഞങ്ങളോട് സംസാരിക്കരുത്. മോശേ, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. മോശ വീണ്ടും ദൈവത്തിൻ്റെ അരികിലേക്ക് കയറി ചെല്ലുന്നു. ജനങ്ങൾ പാപം ചെയ്യാതിരിപ്പാനും ദൈവഭയം അവരിൽ ഉണ്ടാകേണ്ടതിനും പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ പുകയുടെ മറവിൽ നിന്നും കൊണ്ട് കൊടുത്ത 10 കൽപ്പനകൾ കൂടാതെ ന്യായങ്ങൾ അടങ്ങിയ പ്രമാണങ്ങളും മോശയ്ക്ക് കൊടുത്തു. ന്യായാധിപന്മാർ ഇതിൻ പ്രകാരമായിരിക്കണം ന്യായം വിധിക്കേണ്ടത്. നിയമപുസ്തകത്തിൽ ഉൾപ്പെട്ട ചില നിയമങ്ങൾ ഇവയൊക്കെയാണ്: അടിമകളെ ദ്രോഹിക്കരുത്, വിധവമാരുടെയും അനാഥരുടെയും അവകാശം സംരക്ഷിക്കണം, ദരിദ്രനോട് പലിശ വാങ്ങരുത്, ഉത്സവങ്ങൾ എപ്രകാരം ആചരിക്കണം. എന്നാൽ മോശ യഹോവ കൊടുത്ത നിയമങ്ങളെയും ന്യായങ്ങളെയും ജനത്തെ അറിയിച്ചതിന് ശേഷം അത് എഴുതി നിയമപുസ്തകമാക്കി മാറ്റി. അതിനുശേഷം അതികാലത്തെ എഴുന്നേറ്റ് ഈ കാണുന്നതായ പർവ്വതത്തിൻ്റെ അടിവാരത്ത് ഒരു യാഗപീഠവും ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങളുടെ സംഖ്യയ്ക്കൊത്തവണ്ണം 12 തൂണും പണിതു. ഇവിടെ വെച്ച് തന്നെ ഹോമയാഗങ്ങളും കഴിച്ചു. ഒറ്റക്കല്ലിൽ പണിത 12 വെള്ളത്തൂണുകൾ ഇന്നും ഇവിടെ കാണാം. എന്നാൽ ന്യായപ്രമാണവും കൽപ്പനകളും കൽപ്പലകയിൽ എഴുതി കൊടുക്കേണ്ടതിന് വീണ്ടും ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിക്കുകയാണ്. 40 പകലും 40 രാവും മോശ യഹോവയോടൊപ്പം ഈ പർവ്വതത്തിന് മുകളിൽ ആയിരുന്നു. 7-ാം ദിവസമായ ശബത്ത് ദിവസം ദൈവം മോശയോട് മേഘത്തിന് നടുവിൽ നിന്ന് സംസാരിച്ചു. വഴിപാടുകളെക്കുറിച്ചും ദൈവിക സാന്നിധ്യം വെളിപ്പെടേണ്ടതിനും അവരുടെ നടുവിൽ വസിപ്പാനും ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുവാൻ ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ദൈവം കൊടുത്തു. സ്വർഗത്തിലെ യഥാർത്ഥ മന്ദിരത്തിൻ്റെ ഒരു മാതൃകയിൽ ഭൂമിയിൽ വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുവാനായിട്ട് ദിവ്യജ്ഞാനവും ബുദ്ധിയും ഒരു സംഘം ജനത്തിനായിട്ട് നൽകി. വിശുദ്ധ മന്ദിരം പണിയുവാനായിട്ടുള്ള വസ്തുക്കൾ ജനത്തിൻ്റെ കയ്യിൽ നിന്നും സംഭാവനയായിട്ട് സംഭരിച്ചു. വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷയും സേവനവും ചെയ്യുവാനായിട്ട് ലേവ്യ ഗോത്രത്തിലെ പുത്രന്മാരെ നിയോഗിച്ചു. ശബത്തുകളെ ആചരിക്കുവാനുള്ള നിർദ്ദേശം ദൈവം കൊടുക്കുന്നു. പുറപ്പാട് പുസ്തകം 31:13 വായിക്കുമ്പോൾ, അതുകൊണ്ട് നിങ്ങൾ ശബത്ത് ആചരിക്കണം, അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു. സീനായ് പർവ്വതത്തിൽ വെച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തതിനു ശേഷം ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് കൽപ്പലകയിൽ 10 കൽപ്പന മോശ ഉണ്ടാക്കാൻ പോകുന്ന വിശുദ്ധ മന്ദിരത്തിൽ പരിശുദ്ധിയോടെ സൂക്ഷിക്കുന്നതിന് മോശയെ ഏൽപ്പിച്ചു. എന്നാൽ പർവ്വതത്തിൽ കയറിപ്പോയ മോശെ ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ട ജനങ്ങൾ നിരാശരായി. മോശയ്ക്ക് എന്തോ ആപത്ത് ഭവിച്ചു എന്ന് കരുതി അവർ മോശയുടെ സഹോദരന്റെ അടുക്കൽ ചെന്ന് അവർക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി നൽകണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. ഇസ്രായേൽ ജനങ്ങൾ അവർക്ക് ആരാധിക്കുവാൻ അവർ ഉണ്ടാക്കിയ സ്വർണ്ണ കാളക്കുട്ടിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുവാൻ മറക്കരുത്.